ഓർമ്മയില്ലല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പൊ ഇത് നമ്മൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ അടുത്ത ദേശീയ വരുമാനം ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പൊ നമ്മൾ ആ 3 ഇക്വേഷൻ ഓർത്താൽ നമുക്ക് ദേശീയ വരുമാനം നോട്ട് ചില സിമ്പലുകൾ നമ്മളിവിടെ ഓർക്കണില്ല. ദേശീയ വരുമാനം നമ്മൾ കണക്ക് കൂട്ടുന്നതിന് മുമ്പായിട്ട് ചില സിമ്പലുകൾ. ഒന്നാമത്തെ സിമ്പൽ ഒരു അടയാളങ്ങൾ. ഒന്നാമത്തെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്നത് സിഗ്മ എന്നാണ്. സിഗ്മ ദിസ് ഡിനോട്ട് സമ്മേഷൻ. സിഗ്മ എന്ന് വിളിക്കും. സിഗ്മ ഇതിന്റെ അർത്ഥം സമ്മേഷൻ എന്നാണ്. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ആകെത്തുകയാണ്. ഓക്കെ, സിഗ്മ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സിഗ്മ n i is equal to 1 x1 എന്ന് ഇട്ട് കഴിഞ്ഞാൽ x1 എന്നാൽ ഒരു ഫേം. ഓക്കെ, സമ്മേഷൻ ഓഫ് n എത്ര എണ്ണം ഫേമുകൾ ഉണ്ടോ അത്ര എണ്ണം ഫേമിന്റെ സമ്മേഷൻ ആകെത്തുക. അതായത് രാജ്യത്തുള്ള മൊത്തം ഫേമുകളുടെ ആകെത്തുക എന്നാണ്. ഇതിന്റെ അർത്ഥം സിഗ്മ സമ്മേഷൻ എന്നാണ്. ആകെത്തുക എന്നതിനെ പറയുന്നത്. അപ്പൊ സിഗ്മ n i is equal to 1. ഐ എന്ന് സൂചിപ്പിക്കുന്നത് ഒരു ഫേമിനെയാണെങ്കിൽ അങ്ങനെയുള്ള എത്ര ഫേം ഉണ്ടോ അത്രയും ഫേമുകളുടെ സമ്മേഷൻ. ആ ഫേം എക്സ് എന്നുള്ളൊരു ഫേമിന്റെ എക്സ് എന്ന് പറഞ്ഞാല് സിമന്റിന്റെ ഫേമോ പിന്നെ അല്ലെങ്കിൽ മറ്റേ പേരയുടെ ഫേമോ പേന ഉത്പാദിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേം അത് എക്സ് എന്ന ഫേമിന് പേര് കൊടുത്തു. അപ്പോൾ ഈസ് ഈക്വൽ ടു x1 ഒന്നാമത്തെ ഫേം പ്ലസ് ഒന്നാമത്തെ ഫേമിന്റെ ടോട്ടൽ ഇൻകം പ്ലസ് x2 രണ്ടാമത്തെ ഫേമിന്റെ മണി വാല്യൂ ടോട്ടൽ മണി വാല്യൂ പ്ലസ് അങ്ങനെ x3 x4 x5 അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്ര xn എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് x എത്ര x ഫേം ഉണ്ട് അത്രയും. ഇപ്പൊ x എന്ന് പറഞ്ഞാൽ 50 ഫേം ആണെങ്കിൽ x50, 100 ഫേം ആണെങ്കിൽ s100, ഓക്കെ 1000 ആണെങ്കിൽ s1000. അപ്പോൾ എത്രയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് n. അത്രയും ഫേമുകളുടെ മൊത്തം വരുമാനങ്ങൾ കൂട്ടിക്കിട്ടുന്ന ആകെത്തുകയാണ് ഇത് എന്നുള്ളതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളതിന്റെ ആകെത്തുകയാണ് ഇത്. ഓക്കെ, സമ്മേഷൻ ഓഫ് n എത്ര എണ്ണം ഉണ്ടോ നമ്പർ n മീൻസ് നമ്പർ എത്ര എണ്ണം. അപ്പൊ ആ എണ്ണത്തിന്റെ സമ്മേഷൻ ആണ് എന്നത്. x എന്ന് പറയുന്ന ഈ എണ്ണത്തിന്റെ സമ്മേഷൻ ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇതിന് മനസ്സിലായാലും ഇനി ഒരു അടയാളം കൂടി ഞാൻ പറയാം. നേരത്തെ നിങ്ങൾ കേട്ടു ഇങ്ങനെ 2 വരെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ദിസ് ഈസ് കാൾഡ് ഈസ് ഈക്വൽ ടു. ദെൻ ഒരു വര കൂടി ഇട്ടാൽ 3 വരെയാണെങ്കിലോ ഇറ്റ് ഈസ് കാൾഡ് ഐഡന്റിറ്റി. ദാറ്റ് ഈസ് ഐഡന്റിറ്റി ദാറ്റ് ഈസ് ഐഡന്റിക്കൽ ടു. ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ ഈ സൈനും ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ നേരത്തെ സ്ഥലത്തേക്ക് പോവാം. അപ്പൊ ഈ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് വരുമ്പോ അതിന് മുന്നേ ഓർമ്മപ്പെടുത്തിയാണ് കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി a firm gross value added during a year can be calculated in 2 ways. ഒരു കമ്പനിയുടെ ഗ്രോസ് വാല്യൂ ആഡഡ് GVA 2 രീതിയിൽ കണക്കാക്കാം. നമ്മൾ GVA കണക്കാക്കിയാൽ NVA കിട്ടുമല്ലോ. അപ്പൊ ഈ GVA 2 രീതിയിൽ കണക്കാക്കാം. നമ്മളിപ്പോ കണക്കാക്കിയ രീതി അതിൽ അങ്ങനെ കണക്കാക്കാം, വേറെ രീതിയുണ്ട്. അപ്പൊ GVA കണക്കാക്കുന്ന രീതി 2 രീതികളുണ്ട്. ഒന്ന് ശരിക്കും ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് എ ഫേം GVA is identical to gross value of output produced by a firm minus value of intermediate consumption by a firm. That is GVA കണക്കാക്കാനുള്ള നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. GVA is equal to GVA is identical to എന്താണ് 3 വരാം കേട്ടോ. GVA is identical to എന്തായിരുന്നു? യെസ്, ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട്. ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് Q മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ Q മൈനസ് Z. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ പഠിച്ചത്. അങ്ങനെ GVA കാണാം. ഇനി GVA കാണാനുള്ള മറ്റൊന്ന് GVA ഒരു ഫേം ഗ്രോസ് വാല്യൂ ആഡ് ഡ്യൂറിംഗ് എ ഇയർ ഒരു വർഷത്തിലുള്ള ഈ വാല്യൂ ആഡ് കാണാൻ can be calculated in 2 ways. 2 മാർഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ രണ്ടാമത്തെ മാർഗം ഒന്ന് ഇങ്ങനെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഇത് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റു രീതിയിലാണ്. GVA is identical to മറ്റൊന്ന് രണ്ടാമത്തെ, ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ. GVA is identical to Q എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? വിറ്റതും വിൽക്കാത്തതും ഉൾപ്പെടും അല്ലേ? എന്ന് പറഞ്ഞാൽ
വിറ്റത് നമ്മൾ പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് സെയിൽസ് ബൈ എ ഫേം. ആ ഫേമിനാൽ സെയിൽ ആയത് ഉണ്ടോ? വാല്യൂ ഓഫ്, അപ്പൊ ക്യൂ എന്നുള്ളത് സെയിൽ ആയതുണ്ടോ? സെയിലിനെ ബി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ക്യൂവിൽ എന്തൊക്കെയാണെങ്കിലും ഒന്ന് വിറ്റത്, ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉൽപ്പന്നം കുറച്ച് വിറ്റ് പോവാം, വിൽക്കാതൊക്കെ. ഒരു 12 കാറുകൾ ഉൽപ്പാദിപ്പിച്ചു നോക്കാം ഒരു വർഷം, അല്ലെ? 12,000 കാറുകൾ. അപ്പൊ ഈ 12,000 കാറുകളിൽ 10,000 കാറുകൾ വിറ്റു. അപ്പൊ കമ്പനിയുടെ ഉൽപ്പന്നം 10,000 എന്ന് പറയാൻ പറ്റും. വിറ്റത് മാത്രമാണോ? അല്ല. വിൽക്കാത്തത്, അതായത് വിൽക്കാത്തത് നമ്മൾ എന്താ പറയാ? കമ്പനിയുടെ സ്റ്റോക്കായി. സ്റ്റോക്കിന് പറഞ്ഞ പേരെന്തായിരുന്നു? ഇൻവെന്ററി. നേരത്തെ പഠിച്ചില്ലേ ഇൻവെന്ററി? ദ സ്റ്റോക്ക് ഓഫ് ദ കമ്പനി ഈസ് കാൾഡ് ഇൻവെന്ററി. ഇൻവെന്ററി. അപ്പൊ ഇവിടെ ഇൻവെന്ററി ആവും. വാല്യൂ ഓഫ് സെയിൽസ്, വിറ്റതിന്റെ മൂല്യം കൂട്ടണം. ഇതിൽ വിറ്റതും വരും, വിൽക്കാത്ത. അപ്പൊ വി പ്ലസ് വിൽക്കാത്തത് ഇൻവെന്ററി. ഇൻവെന്ററിക്ക് എന്താ പറഞ്ഞത്? എ. വി പ്ലസ് എ. എ മീൻസ് ഇൻവെന്ററി കേട്ടോ. ഇൻവെന്ററി, ദാറ്റ് ഈസ് the value of change of inventories. The value of change of inventories of a firm minus, അപ്പോൾ Q എന്ന് പറഞ്ഞാൽ V plus A. The value of sale of the firm A means the value of the changes of the inventories of a firm minus ZN. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം. ഇത് പ്രോഡക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന കമ്പനിയുടെ മൊത്തം ഉൽപ്പന്നങ്ങൾ. ഇവിടെ ആ മൊത്തം ഉൽപ്പന്നങ്ങൾ വിറ്റതിനും വിൽക്കാത്തതിനും വേർതിരിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. വിറ്റതിനെയും വിൽക്കാത്തതിനെയും വേർതിരിച്ച് പറയുന്നത്. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഇത് കണക്കാക്കാം. വിറ്റതിന്റെ മൂല്യം കൂട്ടിയിട്ട് എത്ര രൂപക്ക് വിറ്റു എന്നുള്ളത് കണക്കാക്കാം. ഇപ്പൊ മൊത്തം ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനി ഒരു 10 പ്രോഡക്റ്റ് ആണെന്ന് നോക്കുക, 10 രൂപയുടെ. അപ്പൊ എത്ര മൊത്തം ഉൽപ്പന്നം എത്രയായി? 10 × 10 100. അതിന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഒരു 20 ഉണ്ട്. അപ്പൊ 100 - 20 = 80. ഇതാണ് GVA. ഇനി ഈ രീതിയിൽ ഈ കമ്പനി ഇതിൽ 8 എണ്ണം വിറ്റു. അപ്പൊ എത്രയാണ്? V 8 × 10. 10 രൂപ വിലയുള്ള 8 എണ്ണം വിറ്റു. അപ്പൊ 8 × 10 80. വിൽക്കാത്തത് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോ 2 × 10 20. അപ്പൊ എത്ര? 80 × 20 മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ 20 തന്നെ. അപ്പൊ എത്രയായി? 80 + 20. 100 - 20 80. അപ്പൊ 80. അപ്പൊ ഈ രണ്ട് രീതിയിൽ കണക്കാക്കിയാൽ ഒരേ രീതിയാണ് കിട്ടുന്നത്. മനസ്സിലായോ? ഇതാണ് രണ്ട് രീതികളിലൂടെ നമുക്ക് ദേശീയ വരുമാനം GVA കാണാൻ പറ്റുന്നത്. GVA കണ്ടതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് NVAയിലേക്ക്, അല്ലെ? അപ്പൊ GVA കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? NVAയിലേക്ക് പോവാം. NVA കേട്ടോ. NVA. അപ്പൊ NVAയിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക്. ബൈ ഓൾ ദ പ്രൊഡക്ഷൻ ഇൻ ദ ഡൊമസ്റ്റിക് territory of an economy during a year. All എന്താണ് NVA എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളൂ. അപ്പോ നമ്മൾ രണ്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാം as per value added method, GDP is the sum of the gross value added by all the purchases in the domestic territory of an economy during a year. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിനകത്ത് ഡൊമസ്റ്റിക് ടെറിട്ടറി, രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധന സേവനങ്ങളുടെയും മൊത്തം അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. GDP ആയി. അപ്പൊ GVA വന്നപ്പോൾ GDP ആയി കേട്ടോ. If there are n production units in the domestic economy of a country, ഒരു രാജ്യത്തില് n കമ്പനികൾ, നമ്പർ ഓഫ് കമ്പനികൾ, ഒരു നിശ്ചിത കമ്പനികൾ ഉണ്ട്. GDP, what is GDP? Gross value added. അപ്പൊ GDP എങ്ങനെ കണക്കാക്കാം? GDP is identical to, നോക്കുക, GDP എന്ന് പറയുന്നത് GVA നമ്മൾ കണ്ടു. ആദ്യം നമ്മൾ Q is equal to PQ, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് അതിൽ നമ്മൾ GVA കണ്ടു. GVA is equal to Q minus Z. ഇതിന്റെ നെറ്റ് ആക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. NVA is equal to GVA minus ഡിപ്രീസിയേഷൻ. അപ്പൊ ഈ GVA കിട്ടിക്കഴിഞ്ഞാൽ അത് GDP ആയി.
GDP is equal to GDP is identical to GDP GVA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ്. GDP എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പോരല്ലോ, രാജ്യത്തുള്ള എല്ലാ കമ്പനികളുടെ വേണം. അപ്പൊ GVA 1 പ്ലസ് GVA 2 പ്ലസ് അങ്ങനെ പോയിട്ട് GVA എത്ര കമ്പനിയുടെ അത്ര GVA. അപ്പൊ GDP എന്ന് പറയുന്നത് ഒരു കമ്പനി രാജ്യത്തുള്ള ഒന്നാമത്തെ കമ്പനിയുടെ ഗ്രോസ് വാല്യൂ കൂട്ടണം, രണ്ടാമത്തെ കമ്പനിയുടെ GVA കൂട്ടണം, മൂന്നാമത്തെ കമ്പനിയുടെ GVA കൂട്ടണം, നാലാമത്തെ കമ്പനിയുടെ GVA, അങ്ങനെ കൂട്ടി 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 GVAN എത്ര കമ്പനികളുണ്ടോ അത്രയും കമ്പനികളുടെ മൊത്തം ഗ്രോസ് വാല്യൂ ആണ് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? GDP കിട്ടും. അപ്പൊ GDP എന്ന് പറയുന്നത് എന്താണ്? ഈ GVAയുടെ സമ്മേഷൻ ആണ്. അപ്പൊ GDP is identical to summation of n I is equal to 1. ഇങ്ങനെ ഉള്ള മൊത്തത്തിലുള്ള നമ്പർ ഓഫ് ടോട്ടലിന്റെ സമ്മേഷൻ ആണ് ഏതിന്റെ? GVA. GDP എന്ന് പറയുന്നത് GVA 1 പ്ലസ് GVA 2 പ്ലസ് GVA 3 പ്ലസ് ഇങ്ങനെ ഓരോ കമ്പനികളുടെയും GVAയുടെ സമ്മേഷൻ. അതങ്ങനെ എഴുതിയാൽ മതി. എല്ലാ സമ്മേഷനും കൂട്ടിയിട്ട് ഇങ്ങനെ സമ്മേഷൻ ഓഫ് GVA ആണ്. എന്നാൽ എല്ലാത്തിന്റെയും ആകെത്തുകയാണ്. ഇതിന് ആകെത്തുക എന്നല്ല, സമ്മേഷൻ തന്നെ പറയുന്നത്. സമ്മേഷൻ എന്നാൽ ആകെത്തുക, മൊത്തം തുക. സമ്മേഷൻ ഓഫ് GVA n എല്ലാ നമ്പർ ഓഫ് കമ്പനീസ്, എല്ലാ കമ്പനികളുടെയും GVAയുടെ ആകെത്തുകയാണ് ആ GDP. അപ്പൊ GDP എന്നുള്ളതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് NVA കാണാൻ പറ്റും. NVA നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ NVA നമുക്ക് എന്ത് കിട്ടും? NVA എന്ന് പറഞ്ഞാൽ നെറ്റ് വാല്യൂ ആഡഡ് അല്ലേ? GVAയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് നെറ്റ് ആക്കി, ഗ്രോസിന്റെ നെറ്റ് ആയി, നെറ്റ് ആവണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു. അപ്പൊ then NVA is equal to എന്താണ്? NVA is equal to GVA minus depreciation അല്ലേ? NVA is identical to GVA minus depreciation. GVA minus depreciation ആണെങ്കിൽ GVA എന്തായിരിക്കും? NVA is equal to GVA minus depreciation ആണെങ്കിൽ GVA is equal to NVA plus depreciation ആവും. NVA എന്ന് പറയുന്നത് GVAയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ GVA എന്ന് പറയുന്നത് NVAയോട് കൂടി ഡിപ്രീസിയേഷൻ കൂട്ടുന്നതായിരിക്കും അല്ലേ? അപ്പൊ GDP എന്ന് പറയുന്നത് എന്താണ്? GDP എന്ന് പറയുന്നത് എന്തായിരിക്കും? GVAയുടെ ടോട്ടലാണ്. ഓക്കെ, അപ്പൊ NVA വെച്ച് GDP എങ്ങനെ പറയാം? GDP is equal to NVA വെച്ച് പറയാം എന്താണ്? എല്ലാ കമ്പനി സമ്മേഷൻ ഓഫ് ഓൾ നമ്പർ ഓഫ് കമ്പനീസ്. One company I is the first company of GVA. GDP ആണ്. ഇവിടെ NVA വെച്ച് പറയാം. പക്ഷെ ഇവിടെ GDP is identical to GVA എന്ന് പറഞ്ഞു. ഇവിടെ GDP is identical to NVA. അപ്പൊ NVA പോരാ. പ്ലസ് GVA ആണെങ്കിൽ GVA എന്തുണ്ടാവും? പ്ലസ് NVA പ്ലസ് ഡിപ്രീസിയേഷൻ. അപ്പൊ സമ്മേഷൻ ഓഫ് എല്ലാ കമ്പനികളുടെയും ഡിപ്രീസിയേഷനും കൂടി കൂട്ടണം. അപ്പൊ എല്ലാ കമ്പനികളുടെയും NVAയും ഡിപ്രീസിയേഷനും മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ GDP ആയി. അപ്പൊ GDPയിൽ ഡിപ്രീസിയേഷൻ ഉണ്ട് എന്നതിന്റെ അർത്ഥം. GDPയിൽ GDP എന്നാൽ GVA ആണ്. GDP is equal to the total of all number of companies GVA. The GVA of the all number of companies is called the GDP. NVA is GVAയിൽ നിന്ന് നെറ്റ് ആകുമ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യും. അപ്പൊ ശരിക്ക് NDP എന്താണ്? GDP NVA ആണെങ്കിൽ GVA ആണെങ്കിൽ GDP എന്ന് പറയുന്നത് GVA ആണെങ്കിൽ NVA എന്തായിരിക്കും? NDP ആയിരിക്കും അല്ലേ? അപ്പൊ NDP is equal to all number of companies NVA. ഈ സമ്മേഷൻ എഴുതാൻ പഠിക്കുക. NDP is equal to NVA. ആ
ആ GDP GVA ആണ്, NDP NVA ആണ്, NVA ആണ്. ഓക്കെ, അപ്പോ when we add net factory income from abroad, ഇനി NVA യിൽ നമുക്ക് ഇപ്പൊ NDP കിട്ടി, NDP യോട് കൂടിയിട്ട് നമ്മള് NVA GVA NVA നമ്മളോട് കണ്ടിട്ടില്ല. ഇത് GDP, ഇത് NDP, ഇതിനെ നമ്മൾ നേരത്തെ കാണാൻ പഠിച്ചതാണ്. അപ്പൊ ഇത് എന്താണ്? GDP ആണ്, ഇത് NDP ആണ്. ഇനി NDP യോട് കൂടി ഒന്നും കൂടി കൂട്ടാനുണ്ട്. ദേശീയ വരുമാനം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? when we add in net factory income from abroad, NFIA, with net domestic products at factor cost, that is NDP യോട് കൂടി NFIA കൂട്ടുക. അപ്പോ we will get the national income. അതാണ് national income. അപ്പൊ national income എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവിടെ നമ്മള് നാഷണൽ ഇൻകത്തിലേക്ക് വരികയാണ്. നാഷണൽ ഇൻകം or national income മറ്റൊരു പേര് കൂടി ഉണ്ട്, national income or NNP at factor cost, net national product at factor cost. ഫാക്ടറിയുടെ വിലയാണ്, ഫാക്ടർ കോസ്റ്റിലാണ് ഇത് കണക്കാക്കുന്നത്. ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് അല്ല, NNP at factor cost. അതന്നെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. is equal to NDP at factor cost plus NFIA net factor income from abroad. ഇതാണ് ശരിക്കും ദേശീയ വരുമാനം. അപ്പൊ ഈ ദേശീയ വരുമാനത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ദേശീയ വരുമാനം കിട്ടിയത്? ഒന്നുകൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നോക്കാം. നമ്മൾ പോയ റൂട്ടുകളൊക്കെ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഔട്ട്പുട്ടിന്റെ വാല്യൂ കണ്ടു, PQ, പ്രൈസും ക്വാണ്ടിറ്റിയും കുറിച്ചിട്ട്. അപ്പൊ ഇതില് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ GVA കണ്ടു. GVA is equal to Q minus Z. ഇതാണ് Q minus Z. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഈ GVA എന്ന് പറയുന്നതാണ് എന്ത്? GDP is equal to GVA എന്ന് പറഞ്ഞാൽ GDP എന്ന് പറയുമ്പോൾ GVA എന്ന ഒരു കമ്പനിയുടെ GVA പോരാ, എല്ലാ കമ്പനിയുടെ GVA. അപ്പൊ സമ്മേഷൻ ഓഫ് GVA, ദാറ്റ് ഈസ് എത്ര നമ്പർ കമ്പനിയുടെ അത്രയും കമ്പനിയുടെ GVA. മനസ്സിലായല്ലോ? I is equal to 1 എന്ന് പറഞ്ഞാൽ I എന്ന് പറയുന്ന ഒരു കമ്പനി സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ എത്ര കമ്പനിയുണ്ടോ അത്രയും കമ്പനിയുടെ GVA ആണ്. അപ്പൊ ഈ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സമ്മേഷൻ NI is equal to 1. ഇതിനോട് കൂടെ GVA ചേർത്താൽ മതി. അപ്പൊ GDP എന്ന് പറഞ്ഞാൽ GVA ആണെന്ന് ഓർത്താല്, ഇത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GVAയുടെ സമ്മേഷൻ ആണ് GDP. ഓക്കെ എന്ന് കിട്ടി. ഇനി നമുക്ക് GVAയിൽ ഗ്രോസ് ആണ്. ഗ്രോസിൽ നമ്മൾ നെറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? NDP കിട്ടണമെങ്കിൽ GDP മൈനസ് ഡിപ്രീസിയേഷൻ, അത് NDP കിട്ടും. അല്ലെങ്കിൽ NVA കണ്ടാൽ മതി. NVA is equal to NVAന്റെ NVA ഇത് നെറ്റാണ്. എന്തിന്റെ നെറ്റാണ്? GVAന്റെ നെറ്റാണ്. GVA മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? NVA കിട്ടി. ഈ NVA ആണ് NDP. അല്ലോ, അപ്പൊ NDP is equal to NDP is equal to NVA. NDP രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ NVA കണ്ടിട്ട് GVA നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് NVA കാണാം, NVA ആണ് NDP. അല്ലെങ്കിൽ GDP നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലും NDP കിട്ടും. ഓക്കെ, NVA. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇപ്പൊ NVA കിട്ടി. ഇനി NVA എന്ന് പറഞ്ഞാല് NDP ആണ്. ഇനി NDPയിലേക്ക് NDP എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കിലുള്ള വരുമാനമാണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഈ നെറ്റ് ഡൊമസ്റ്റിക് രാജ്യത്തുള്ള മാത്രമേ കൂടിയിട്ടുള്ളൂ. അത് മാത്രം പോരല്ലോ, ദേശീയ വരുമാനം വിദേശത്ത് വരുന്നതും കൂടി ഉണ്ടാവും. അപ്പൊ ഈ NDPയിലേക്ക് എന്തും കൂടി കൂട്ടണം? NDP പ്ലസ് NFIA, വിദേശത്ത് നിന്ന് വരുന്ന NFIA, നെറ്റ് ഫോറിൻ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്ന് വരുന്ന അറ്റ വരുമാനം.
കൂടി കൂട്ടണം. NFI എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് വരുമാനം കൂടി കൂട്ടുമ്പോഴാണ് രാജ്യത്തുള്ള മാത്രം കൂട്ടിയാലും നമ്മുടെ രാജ്യത്തെ വരുമാനം ആവുമോ? വിദേശത്തുള്ള കൂട്ടുന്നത്. NDP എന്നാൽ നെറ്റ് ഡൊമസ്റ്റിക് ആണ്, രാജ്യത്തിന്റെ ആണ്. അപ്പൊ NDP യോട് കൂടി NFI കൂട്ടണം. അപ്പൊ എന്ത് കിട്ടും? NNP കിട്ടും. NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക്കിനോട് കൂടിയിട്ട് NFI വിദേശത്തുള്ള കൂട്ടിയ നെറ്റ് നാഷണൽ ആവും. അപ്പൊ ഈ ഡൊമസ്റ്റിക്കും നാഷണൽ തമ്മിലുള്ള വ്യത്യാസം NFI ആണ്. ഓക്കെ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഈ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് ഫാക്ടർ കോസ്റ്റിലാണ് പറയാ. FC NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് എന്നാ പറയാ. ഇതാണ് ശരിക്കും എന്ത്? നാഷണൽ ഇൻകം. ഇത് തന്നെയാണ് നാഷണൽ ഇൻകം. അപ്പൊ നാഷണൽ ഇൻകം കിട്ടി, NFI കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഏതൊക്കെ സ്റ്റെപ്പുകളായി? ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ Q - Z, മൂന്നാമത്തെ ഇക്വേഷൻ GVA കണ്ടാൽ GDP എന്താണെന്നുള്ള നമുക്ക് മനസ്സിലായി. അപ്പൊ GVA തന്നെയാണ് GDP. നാലാമത്തത് NVA ആണ്, NVA ആക്കണം. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ അല്ലെ? മൂന്നാമത്തെ അത് NVA ആണ്, NDP എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ NDP യോട് കൂടിയിട്ട് NFI കൂട്ടുന്നത്. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ. അതോടുകൂടി എന്തായി? ദേശീയ വരുമാനമായി. നാലാമത്തെ ഇക്വേഷനിൽ ദേശീയ വരുമാനം. 4 ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വളരെ പ്രധാനമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 4 ഇക്വേഷൻസും നമ്മൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ദേശീയ വരുമാനം ആയി. NDA is equal to GVA minus depreciation. NDA is equal to GVA minus depreciation. മൂന്നാമത്തെ ഇക്വേഷൻ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ NDA കിട്ടി. ഈ NVA ആണ് NDP എന്നുള്ളത്. അത് ഓർത്ത് വെക്കുക. ഇതിനിടയിലുള്ളതൊക്കെ ഓർക്കണേ. NVA എന്ന് പറഞ്ഞ NDP ആണ്. അപ്പൊ NDP എന്ന് പറയുന്നത് നെറ്റ് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് എന്ന രാജ്യത്തെ മാത്രം വരുമാനമായിട്ടുള്ളൂ. പിന്നെ അതിനോടുകൂടി വിദേശ വരുമാനം കൂടി കൂട്ടി കഴിഞ്ഞാൽ ദേശീയ വരുമാനമായി, നാഷണൽ ഇൻകമായി. അല്ലെങ്കിൽ NNP ഫാക്ടർ കോസ്റ്റ് എന്നതിനെ പറയും. അപ്പൊ NNP ഫാക്ടർ കോസ്റ്റ് ആണ് NFI നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. NNP ഫാക്ടർ കോസ്റ്റ് ഇതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കാണാനുള്ള ഇക്വേഷൻസ് മനസ്സിലായല്ലോ എല്ലാവർക്കും? ആര് ക്ലിയർ? യെസ്, ഓക്കെ. അപ്പൊ GVA എന്ന് പറഞ്ഞാൽ Q - Z ആണ് എന്നുള്ളതും GVA കാണാൻ മറ്റൊരു Q - Z ന് മറ്റൊരു ഇക്വേഷൻ. Qനെ നേരത്തെ നമ്മള് എന്താണ് വിറ്റത് വിൽക്കാത്തതായിട്ടുള്ള പഠിച്ചില്ലേ? അങ്ങനെ അത് പറയാം കേട്ടോ. അത് 2 ഇക്വേഷൻ എഴുതാം. ഇവിടെ എത്തുമ്പോ 2 ഇക്വേഷൻ എഴുതാം. Q is equal to Q - Z എന്നുള്ള GVA എഴുതുമ്പോ 2 രീതിയിൽ എഴുതാം. Q - Z എന്നുള്ള രീതിയിൽ എഴുതാം ഒന്ന്. പിന്നെ അതേ രീതിയിൽ രണ്ടാമത്തെ രീതിയിൽ എഴുതാം. GVA is equal to നേരത്തെ പറഞ്ഞില്ലേ? താഴെ എഴുതാം നമുക്ക്. GVA is equal to Q എന്നുള്ളത് എന്താണ്? V plus A, വിറ്റതും സെയിൽ ഇൻവെന്ററി എന്നാൽ വിറ്റത് വിൽക്കാതെ ബാക്കിയുള്ളത് മൈനസ് Z. ഇതും രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ 2 രീതിയിൽ Qനെ വേർതിരിച്ച് വിറ്റത് വിൽക്കാത്തതായിട്ട് വേർതിരിച്ചിരുന്ന ഈ രീതിയിലും എഴുതാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് അവിടെ. അപ്പൊ ഈ ശരിക്കും 4 ഇക്വേഷൻ പഠിച്ചാൽ മതി. ആദ്യം തന്നെ ഔട്ട്പുട്ടിന്റെ മൂല്യം കണക്കാക്കുന്നത്. രണ്ടാമത്തത് Q - Z, ആ ഔട്ട്പുട്ട് ടോട്ടൽ മൂല്യത്തിൽ നിന്ന് മറ്റേ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഒഴിവാക്കുന്നു. പിന്നെ അതിന് വീണ്ടും ഡിപ്രീസിയേഷൻ ഉണ്ടാവുമ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം അല്ലെ? GVA കിട്ടി കഴിഞ്ഞാൽ GVAയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ NVA ആവും. NVA കിട്ടി കഴിഞ്ഞാൽ അത് NVA ആണ് NDP എന്ന് പറയുന്നത്. ആ NDP എന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക്കിന്റെ വരുമാനം ആയിട്ടുള്ളൂ. ആ ഡൊമസ്റ്റിക്കിന്റെ വരുമാനം കിട്ടിയാൽ മാത്രം പോയ വിദേശത്തുനിന്നുള്ള കൂട്ടണം. അതാണ് NFI കൂട്ടണം. അപ്പൊ NFI കൂടി കൂട്ടുമ്പോഴാണ് NDP NNP ആവും. നെറ്റ് നാഷണൽ ആവും. നാഷണൽ എന്നാൽ രാജ്യത്തിന്റെ മൊത്തം, അതായത് സ്വദേശത്തും വിദേശത്തുള്ള മൊത്തം വരുമാനമാവും. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആവും. അപ്പൊ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റിലാണ്, മാർക്കറ്റിന്റെ കോസ്റ്റിലാണ് കണക്കാക്കുന്നത്. ഫാക്ടറിയുടെ കോസ്റ്റിലാണ് കണക്കാക്കുന്നത്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അത് തന്നെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ വരുമാനത്തിലെത്തി. ഇങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രോഡക്റ്റിന്റെ വാല്യൂ നോക്കിയിട്ട്, പ്രോഡക്റ്റിന്റെ വാല്യൂ ആണല്ലോ നമ്മൾ കണക്കാക്കിയത് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് വാല്യൂ ആഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക്സ് ടു ഓൾ.